ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 സമർപ്പിക്കുന്നത് ഐഡിയ an idea can change your life. Travancore Builders, creating architectural symphonies. മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നു എന്റെ മാനസപുത്രി. പിന്നെ അതിനു മുമ്പ് എന്ത് പ്രശ്നം ഉണ്ടായാലും ആര് വന്നാലും അവനെ വിട്ടുകൊടുക്കരുത്. ഞാനിപ്പോ തന്നെ തിരിക്കുക. ഓക്കെ സർ. വണ്ടി നേരെ മോഹൻദാസ് സ്റ്റേഷനിലേക്ക്. ഡ്രൈവറുടെ പേര് കൃഷ്ണൻ എന്നാണ്. അന്വേഷണത്തിൽ സംഭവ സ്ഥലത്തു നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറം റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കും വിധം ഒരു ലോറി കിടന്നിരുന്നു. അതുവഴിയാണ് അന്വേഷണം മുന്നോട്ട് പോയത്. ആക്സിഡന്റോടെ ആകെ മനസ്സ് തളർന്നുപോയ അവൻ വണ്ടിയോട് ഉപേക്ഷിച്ച് ഓടിപ്പോവായിരുന്നു എന്നാണ് പറഞ്ഞത് സർ. അയാളുടെ ഡീറ്റെയിൽസ് എന്താ? കുഴപ്പക്കാരനൊന്നുമല്ല സർ. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബമാണ്. ഓടിക്കുന്ന വണ്ടി അയാളുടെ ചേട്ടന്റെ സ്വന്തമാണ്. അയാൾ എവിടുത്തെ തന്നെ? ഈ നാട്ടിൽ തന്നെയാണ് സർ. അയാൾക്കെന്തോ പലചരക്കുകടയും ബിസിനസ്സും ഒക്കെയാണ്. നോ മോഹൻദാസ്, ഇവർക്കാർക്കും ഒരു കണക്ഷനും ഇല്ലാതെ വരില്ല. ദേവനും യമുനയ്ക്കും സംഭവിച്ച ഈ ആക്സിഡന്റ് മറ്റേതെങ്കിലും ഒരു സമയത്തായിരുന്നെങ്കിൽ ഒരു സാധാരണ പട്ടികയിൽ ഞാനത് പെടുത്തിയേനെ. പക്ഷേ ഈ സമയം നിർണായകമാണ്. അവനെ വിളിക്കേ. ശരി സർ. ഗ്ലോറി എന്നൊരുത്തിയെ നിനക്കറിയാമോ? ഇല്ല സർ. കാർത്തികേയൻ മുതലാളിയെയോ? ഞാൻ കേട്ടിട്ടില്ല സർ. ഓഹോ. കൃഷ്ണ, സംഭവത്തിന്റെ യഥാർത്ഥ സത്യം പറഞ്ഞാൽ അത് ഏൽപ്പിച്ചവരെ കസ്റ്റഡിയിലെടുത്ത് നിന്നെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് പറ്റും. പക്ഷേ അന്വേഷണത്തോട് കൃഷ്ണൻ മാന്യമായി സഹകരിച്ചില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. സർ, നിങ്ങൾ ചോദിക്കുന്ന ആരെ എനിക്കറിയില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അബദ്ധമല്ലെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് പറ്റും. പറഞ്ഞോ, സത്യം നിന്നെ കൊണ്ട് മോഹൻദാസ് സർ. യെസ് സർ. ഇവന്റെ ചേട്ടനെ വിളിപ്പിക്കാൻ. ഓക്കെ സർ. ഇയാളുടെ ചേട്ടനല്ലേ? അതെ സർ. തന്റെയാണോ ലോറി? അതെ. എന്താ തന്റെ പേര്? നാരായണൻ. തനിക്കെന്താ പണി? ഇപ്പൊ ഒന്നുമില്ല സാറേ. കുറച്ചുനാൾ മുമ്പ് ചെറിയൊരു പലചരക്കട ഉണ്ടായിരുന്നു. പിന്നെ കച്ചവടമൊക്കെ മോശമായപ്പോ ഉണ്ടായിരുന്ന 10 സെന്റ് സ്ഥലം പണയപ്പെടുത്തിയ ഈ ലോറി എടുത്തത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു വരുമാനം ആവുമല്ലോ എന്ന് കരുതി. ആദ്യമായിട്ടാ സാർ ഇവന്റെ കയ്യിൽ നിന്ന് ഇങ്ങനൊരു അബദ്ധം പറ്റുന്നത്. കൃഷ്ണനോ തനിക്കോ ആരോ പണം തന്ന് ചെയ്യിച്ചാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അയ്യോ അല്ല സാർ. ഈ ആക്സിഡന്റിന് നിങ്ങൾ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഗൗരവമുണ്ട്. സത്യം പറയുന്നതാണ് നല്ലത്. എന്റെ പൊന്നു സാറേ, ജീവിക്കാൻ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല. ഇപ്പൊ സാറുമാർ എന്തെങ്കിലും പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ഞങ്ങളുടെ കഞ്ഞൂടി വിട്ടുപോകും. ഇന്ന് വരെ സത്യത്തിനെതിരായിട്ട് ഞാനോ എന്റെ ചേട്ടനോ ഒന്നും ചെയ്തിട്ടില്ല. സാറിന് വേണമെങ്കിൽ നാട്ടിൽ ആരോടോ വിളിച്ച് ചോദിക്കാം. ഞാൻ കാല് പിടിക്കാം സാർ, ഞങ്ങൾ ഉപദ്രവിക്കരുത്. ഇവനെ വിട്ടേക്ക് സർ. ഞാൻ എപ്പോ വിളിപ്പിച്ചാലും ആ നിമിഷം ഇവിടെ എത്തിയിരിക്കും. മോഹൻദാസേ, ഇവിടെ ഇട്ട് എത്ര തല്ലിച്ചതച്ചാലും കൃഷ്ണനോ നാരായണനോ ഈ പാവ ഇമേജിൽ നിന്ന് പുറത്തു വരില്ല. പകരം ഇവിടെ നിന്നിറങ്ങി അവരാരൊക്കെയായി ബന്ധപ്പെടുന്നുവെന്ന് മോഹൻദാസ് സെർച്ച് ചെയ്യണം. യെസ് സർ. ഐ ആം ഷുവർ ഇവര് തന്നെ നമുക്ക് തെളിവുണ്ടാക്കാം. എത്ര തല്ല് ചതച്ചിട്ടും അയാൾ സത്യം പറഞ്ഞില്ല. ബോധപൂർവമല്ലാത്ത ആക്സിഡന്റ് തന്നെ കുറ്റപത്രത്തിൽ SIക്ക് എഴുതേണ്ടിയും വരും. മറിച്ചെഴുതിയാലും സാരമില്ല സർ. ഈ കേസ് കോടതിയിൽ വന്ന് ഹിയറിംഗ് നടക്കാൻ എത്ര കാലം എടുക്കും? അതിനിടയിലെ വെറും 10 ദിവസം കൊണ്ട് ടെൻഡർ എന്റെ കയ്യിലാവും. ഇപ്പോഴും അതിന് ഉറപ്പൊന്നുമില്ല. അവര് വാശി കാണിച്ചാൽ കാണിക്കട്ടെ.
മരണത്തിനോട് മുഖാമുഖം നിൽക്കുന്ന അവസ്ഥ പോലും അവരുടെ ചങ്കുറ്റം കെടുത്തുന്നില്ലെങ്കിൽ അത് അംഗീകരിക്കേണ്ടതല്ലേ സർ? താൻ സൂക്ഷിക്കണം.